ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബെസ്റ്റ് കോൺട്രിബ്യൂട്ടിങ് ഇയേഴ്സ് എന്ന് പറയുന്നത് 50 to 75 ആണ്. കാരണം ആ സമയത്ത് അവൻ പഠിച്ചു, അവൻ എക്സ്പീരിയൻസ് ഉണ്ട്, Yeah. ഹി ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ബെസ്റ്റ്, ഹി ആൻഡ് ഷീ Yeah. ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ബെസ്റ്റ്. അത് പലപ്പോഴും ഇപ്പോൾ സാധിക്കുന്നില്ല. അതിലേക്ക് ആൾക്കാർ എത്തിക്കാൻ സാധിച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്ര കൂടുമെന്ന് ആലോചിച്ചോ. Yeah. Oh. Great. പക്ഷേ ഇപ്പം ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുകയാണ് കൊള്ളാലോ, സംഭവം കൊള്ളാം, ഇത് ആവശ്യമില്ലാത്ത മരുന്നൊന്നും കഴിച്ചിട്ടല്ല, നമ്മളിൽ തന്നെ ഒരു കുറവുകൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ അത്രയും പോസിറ്റീവ് സൈഡ് ഇതിനുണ്ടെങ്കിൽ ദെൻ വൈ നോട്ട് എന്നുള്ളൊരു തോട്ട് വരുമല്ലോ. സോ ഇനി നമ്മൾ വേറൂട്ട്സിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്സും കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ്, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, സോ വാട്ട് നെക്സ്റ്റ് ആൻഡ് ഹൗ ലോങ് ഈ ഒരു സംഭവമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവണം, ഒന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ലെവലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ രീതിയിൽ അങ്ങ് പോകാമോ, അതോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ റുട്ടീൻ ചെക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്ക് നമ്മൾ വീറൂട്ട്സിൽ വരണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ്? നമ്മൾ വീറൂട്ട്സിൽ 2-3 ഡിവിഷനാണ്. അത് ഒന്ന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിലിമോ എന്ന് പറഞ്ഞ എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അത് ഈവൻ എനിവൺ എനിവെയർ ഇൻ ദ വേൾഡ് ക്യാൻ ഡു ഇറ്റ്. ഇപ്പോൾ ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഈവൻ കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ക്ലയൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവർക്ക് സാമ്പിൾസ്, നമ്മൾ സാമ്പിൾ കളക്ഷൻ കിറ്റ് അയച്ചു കൊടുക്കും, അവർ സാമ്പിൾ അയച്ചു തരും. പ്രോസസ് ഡൺ. ഓൺലൈനിലാണ് കൗൺസിലിംഗ്, കൺസൾട്ടേഷൻ എല്ലാം. ഓക്കെ. എനിവേർ ഇപ്പം നമ്മൾ മലയാളികൾ തന്നെ ദുബായിൽ നിന്ന് ഒക്കെ ഒത്തിരി പേര് നമ്മുടെ പ്രോഗ്രാമിനകത്ത്